ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് കടലാസിൽ ഉറങ്ങുമ്പോൾ നട്ടം തിരിഞ്ഞ് അങ്ങാടിപ്പുറത്തെ ജനങ്ങൾ. അങ്ങാടിപ്പുറത്തെ ജനങ്ങളും ഇതുവഴിയുള്ള യാത്രക്കാരും ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുമ്പോഴും ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരോ ജനപ്രതിനിധികളോ മുന്നോട്ടു വരുന്നില്ല. 2009 വിഭാവനം ചെയ്ത 2010 ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് 10 കോടി രൂപ അനുവദിച്ച് അലൈൻമെന്റ് ഫിക്സ് ചെയ്യുകയും സർവേ പൂർത്തീകരിച്ച സർവേ കല്ലുകൾ നാട്ടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ 14 വർഷത്തോളമായി പദ്ധതി കടലാസിൽ തന്നെയാണ്. 4.04 കിലോമീറ്റർ നീളവും 24 മീറ്റർ വീതിയുമുള്ള ഒരാടം പാലത്ത് നിന്നും തുടങ്ങി മാനത്തുമംഗലം ബൈപ്പാസിൽ അവസാനിക്കുന്നതാണ് പദ്ധതി. ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ ക്ഷേത്രനഗരിയായ അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ കഴിയും. 2 വർഷം മുൻപ് സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ആവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആംബുലൻസുകൾ ഉൾപ്പെടെ സദാസമയവും ചീറിപ്പായുന്ന ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്ത പക്ഷം പൊതുജനങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിലേക്ക് ജീവൻ രക്ഷാ വാഹനങ്ങൾ കൃത്യസമയത്ത് രോഗികളെ എത്തിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് അങ്ങാടിപ്പുറത്തെ വ്യാപാരികള്, അവർക്ക് കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ എല്ലാവരും ഇവിടെ വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്, ഈ പ്രശ്നത്തിന് അടിയന്തരമായി കൊണ്ട് പരിഹാരം കാണാൻ സംസ്ഥാന ഭരണകൂടം ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് ഒരു പരാതിയുമായി കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ മുഴുവനായിക്കൊണ്ട് അണിനിരത്തിക്കൊണ്ട് ദേശീയപാത ഉപരോധം അടക്കമുള്ള മറ്റ് ബഹുജന പ്രക്ഷോഭങ്ങളുമായി കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാൻ. ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ പ്രശ്നം സൂചിപ്പിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്നും ദേശീയപാത ഉപരോധമടക്കമുള്ള സമരപ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികളായ സെയ്ദ് അലി വലമ്പൂർ, ഷിഹാബ്, നസീമ മദാരി എന്നിവർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, പെരിന്തൽമണ്ണ.